ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഒരു അഫോർഡബിൾ സ്മാർട്ട് ഫോണാണ് ഷോമീൻ്റെ ഏറ്റവും പുതിയ റെഡ്മി 5A ആണ്. അപ്പോൾ റെഡ്മി 5ൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഷോമി അതിനെ ദേശ് കാ സ്മാർട്ട് ഫോൺ എന്നാണ് വിളിക്കുന്നത്. അതായത് രാജ്യത്തിൻ്റെ സ്മാർട്ട് ഫോൺ എന്നാണ് പറയുന്നത്. അതായത് എല്ലാ ക്ലാസ് ഓഫ് പീപ്പിളിനും അഫോർഡബിൾ ആയ സ്മാർട്ട് ഫോണാണ് ഷോമീൻ്റെ ഉദ്ദേശം ഈ സ്മാർട്ട് ഫോൺ ഇറക്കുന്നത് വഴി. അപ്പോൾ ഷോമി റെഡ്മി 5ൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 4999, അതായത് 4999 രൂപയാണ്. അത് ഒരു എല്ലാ ക്ലാസ് ഓഫ് പീപ്പിളിനും അഫോർഡബിൾ ആയ ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഷോമി 5നെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് കൂടാണ്ട് ഈ ഫോണിൻ്റെ പ്രത്യേകതകളും സ്പെസിഫിക്കേഷൻസും കുറച്ച് ക്യാമറ സാമ്പിൾസും സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും എല്ലാം നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് പാക്ക്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പുറത്ത് എഴുതിയിട്ടുണ്ട്. 5 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ് തരുന്നത്. പിന്നെ 13 മെഗാ പിക്സൽ ക്യാമറയുണ്ട്. ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടുണ്ട്. അത് ഒരു നല്ലൊരു ഫീച്ചറായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഒരുവിധം എല്ലാ സ്മാർട്ട് ഫോൺസും ഇപ്പോൾ ഇറങ്ങുന്നത് ഹൈബ്രിഡ് സ്ലോട്ടാണ്. അതായത് ഒരു സിം കാർഡ്, ഒരു മൈക്രോ SD കാർഡ് അല്ലെങ്കിൽ 2 സിം കാർഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഉണ്ട്. കാരണം ഇതിനകത്ത് 16 GB സ്റ്റോറേജ് വരുന്നുള്ളൂ ബേസ് വേരിയൻറ്റിൽ. അതുകൊണ്ട് തന്നെ SD കാർഡ് നമ്മൾ ഒരുവിധം എല്ലാവരും SD കാർഡ് യൂസ് ചെയ്യും. കാരണം വാട്സാപ്പിലെല്ലാം ഒരുപാട് സ്റ്റോറേജ് യൂസ് ആവുന്നത് കൊണ്ട് SD കാർഡ് ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ 425 ആണ് ചിപ്സെറ്റ്, സ്നാപ്ഡ്രാഗണിൻ്റെ 425. ഇതൊരു ക്വാഡ് കോർ ചിപ്സെറ്റാണ്. 2 GB റാമും 16 GB സ്റ്റോറേജുമാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് 3000 mAh ബാറ്ററിയും ഒരു MIUI 9 ആണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 7.1.2 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നേരത്തെ പറഞ്ഞ പോലെ 4999 രൂപയാണ്. പിന്നെ ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ സ്മാർട്ട് ഫോണും കൂടിയാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ബോക്സ് പാക്ക് തുറന്ന് നോക്കാം. ബോക്സ് പാക്കിനകത്ത് മുകളിൽ തന്നെ കാണാം റെഡ്മി 5 ആണ് കാണുന്നത്. അപ്പോൾ ഇതാണ് റെഡ്മി 5. നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് ബിൽഡാണ്, മെറ്റൽ ബിൽഡല്ല. കാരണം ഇതൊരു അഫോർഡബിൾ സ്മാർട്ട് ഫോൺ ആയത് കാരണം. പക്ഷേ നല്ലൊരു ക്വാളിറ്റിയാണ് പ്ലാസ്റ്റിക്കിനും കൊടുത്തിരിക്കുന്നത്. നല്ല ഫിനിഷിംഗ് ആണ്. എഡ്ജ് എല്ലാം കൊടുത്തിരിക്കുന്നത്. 13 മെഗാ പിക്സൽ റിയർ ക്യാമറ, LED ഫ്ലാഷുമാണ്, മീ ലോഗോ ഉണ്ട്, താഴെ ഒരു സ്പീക്കർ യൂണിറ്റ് ഉണ്ട്. റൈറ്റ് സൈഡിലാണെങ്കിൽ പവർ ആൻഡ് വോളിയം കീസ് ഇൻക്ലൂഡ് ആണ്. ലെഫ്റ്റ് സൈഡിൽ സിം കാർഡും ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഉണ്ട്. പിന്നെ ഇതിനകത്ത് ചാർജിങ് സ്ലോട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പിന്നെ മേൽഭാഗത്ത് 3.5mm ഓഡിയോ ജാക്കും IR ബ്ലാസ്റ്ററും ഉണ്ട്. IR ബ്ലാസ്റ്റർ ഈ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിൽ വരെ ഷോമി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പാനലിൽ 5 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 3 കപ്പാസിറ്റീവ് ടച്ച് ബട്ടൺസും ഉണ്ട്. പിന്നെ ബാക്കി ഇതിൽ വരുന്നത് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും മാനുവലുമാണ്, വാറൻറ്റി ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചാർജിങ് കേബിളാണ്. ഇതൊരു സാധാരണ മൈക്രോ USB ചാർജിങ് കേബിളാണ്. പിന്നെ ഒരു സിം ഇജക്ടർ പിന്നും കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു റിമൂവബിൾ ബാക്ക് പാനൽ അല്ല, അതുകൊണ്ട് തന്നെ ഇജക്ടർ പിന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിങ് അഡാപ്റ്ററും. ഇത് 5 വോൾട്ട് 1 ആംപിയർ ബേസിക് ചാർജിങ് ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു ബോക്സിൽ വരുന്നത്. നമുക്ക് ഫോൺ നോക്കാം. അപ്പോൾ ഇതാണ് ഷോമിൻ്റെ ഏറ്റവും പുതിയ അഫോർഡബിൾ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ഷോമി റെഡ്മി 5A. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് വരുന്നത്. സാധാരണ ഒരു ബഡ്ജറ്റ് ഓഫറിങ്, അതായത് ഒരു 5000 രൂപയിലേക്ക് ഫോൺ എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി ആയിരിക്കും ഏറ്റവും മോശം വരുന്നത്. പക്ഷേ ഇതിനകത്ത് നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് വരുന്നത്. വ്യൂയിങ് ആംഗിൾസും നല്ലതാണ്, ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്താണ്. പിന്നെ നല്ല കളർ ക്വാളിറ്റിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പറയുന്നത് 3 കപ്പാസിറ്റി ടച്ച് ബട്ടൺസും താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് സോഫ്റ്റ്വെയർ നോക്കാം. ഇത് വരുന്നത് MIUI 9 ആണ്. അത് ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് MIUI ആണ്. ആൻഡ്രോയിഡ് 7.1.2 Nougat ആണ് വരുന്നത്. 2 GB റാമും ഇതിനകത്ത് 16 GB സ്റ്റോറേജുമാണ്. സ്നാപ്ഡ്രാഗൺ 425 ക്വാഡ് കോർ ചിപ്സെറ്റ് ആണ്. ക്ലോക്ക് സ്പീഡ് ആണെങ്കിൽ 1.4 GHz ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആസ്പെക്റ്റ്. ഇനി നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. MIUIൻ്റെ സെക്കൻഡ് സ്പേസ്, ഡ്യുവൽ ആപ്സ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ഷോമി ഫോൺ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്, തീം സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ ഒരു നല്ല സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം, നല്ലൊരു സ്മാർട്ട് ഫോൺ UI എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആൻഡ്രോയിഡ് Nougat അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ മീ റിമോട്ട് ആപ്പും ഉണ്ട്. അതുവഴി നമുക്ക് ഇതിനെ AC TV എല്ലാം കൺട്രോൾ ചെയ്യാം. IR ബ്ലാസ്റ്റർ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് TV AC അതിൻ്റെയൊക്കെ റിമോട്ടായിട്ട് ഇതിന് യൂസിങ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് 13 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ക്യാമറ ഇൻ്റർഫേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഷോമി ഫോണിൽ കാണുന്ന പോലെ തന്നെയാണ് ക്യാമറ ഇൻ്റർഫേസ് കൊടുത്തിരിക്കുന്നത്. വ്യത്യാസങ്ങളൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി നോക്കാം. വീഡിയോ റെക്കോർഡിംഗ് മാക്സിമം ഫുൾ HD സപ്പോർട്ടഡ് ആണ്. സ്നാപ്ഡ്രാഗണിൻ്റെ 425 ക്വാഡ് കോർ ചിപ്സെറ്റ് ഫുൾ HD സപ്പോർട്ട് ചെയ്യുന്നതാണ്. നല്ലൊരു ഫാസ്റ്റ് ഇൻ്റർഫേസ് ആണ്.
ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഈ ഫോണിൽ നിന്ന് എടുത്ത് അൺബോക്സ് ചെയ്തതിനു ശേഷം നമ്മളെടുത്ത കുറച്ച് സാമ്പിൾസ് ആണ്. ഇതൊരു ക്യാമറ വേർഡിക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് വിശദമായി പിന്നീട് റിവ്യൂ ചെയ്യുമ്പോൾ ക്യാമറയെക്കുറിച്ച് പറയാവുന്നതാണ്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു 5000 രൂപയുടെ സ്മാർട്ട് ഫോൺ വേണ്ട നല്ലൊരു ഇമേജ് ക്വാളിറ്റി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെൽഫി ക്വാളിറ്റി ആണെങ്കിലും അത്യാവശ്യം ഭേദപ്പെട്ട ഒരു സെൽഫി ക്വാളിറ്റിയും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററിയെക്കുറിച്ച് പറയാം. ഇതിൽ വരുന്നത് 3000 mAh ബാറ്ററിയാണ്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാരണം ഇതൊരു ബേസിക് സ്മാർട്ട് ഫോണാണ്. പക്ഷേ 3000 mAh അത്യാവശ്യം നല്ലൊരു ഭേദപ്പെട്ട കപ്പാസിറ്റിയാണ്. കാരണം ഒരു സ്മോൾ HD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ, യൂസേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒരു ദിവസം തീർച്ചയായും ലാസ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ ഡീറ്റെയിൽ റിവ്യൂവിൽ നമ്മൾ അതിൻ്റെ പെർഫോമൻസ് ആസ്പെക്റ്റ് പിന്നീട് പറയാവുന്നതാണ്. ഇത് നമ്മളൊരു ജസ്റ്റ് ഒരു ക്വിക്ക് അൺബോക്സിങ് മാത്രമേ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതായിരുന്നു Xiaomi Redmi 5ൻ്റെ ഒരു അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓണും കുറച്ച് ക്യാമറ സാമ്പിൾസും സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഡീറ്റെയിൽഡ് ആയ റിവ്യൂ നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ അൺബോക്സിംഗ് വീഡിയോസും റിവ്യൂസും പോസ്റ്റ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.